കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റൂറിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനോടനുബന്ധിച്ച് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നിങ്ങൾ ഒരുമിച്ച് ഇത്രത്തോളം ആരോഗ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും പ്രത്യേക നന്ദിയെ ഈ തലത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. തുടർന്ന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെയും ഞാൻ നടത്തുന്ന മിനിസ്ട്രി ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചു കൊടുക്കും. നമ്മൾ എഹെസ്കേൽ പുസ്തകം 26-ാം അധ്യായമാണ് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത്. ഈ രാത്രി നമ്മുടെ ശ്രദ്ധ 26-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. തുടർന്നുള്ള അധ്യായങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങൾ, സോർ എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്നവരും വ്യാഖ്യാനിക്കപ്പെടുന്നവരും എന്നാൽ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് അറിയാതെ ഗ്രഹിക്കാതെ നടക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തുടർന്ന അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കഴിയുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളും. 24-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് യെരൂശലേമിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ഡേറ്റ് പറഞ്ഞ് ആ ന്യായവിധി ആരംഭിച്ചതായിട്ടാണ് നമുക്ക് 24-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ യെരൂശലേമിൽ ന്യായവിധി നടന്നു. ചുറ്റുമുള്ള 4 രാജ്യങ്ങളുടെ മേൽ ഉണ്ടാകുന്ന ദൈവിക ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. അമ്മോന്യരെ, മോവാബ്യരെ, ഏദോമ്യർ, ഫെലിസ്ത്യർ, ഈ ചുറ്റുപാട് പാർക്കുന്ന 4 രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 3 രാജ്യങ്ങൾ അബ്രഹാം മുഖേന ഇസ്രായേലുമായി ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായി ബന്ധുക്കളാണ്. എന്നാൽ ഇസ്രായേലിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചവരും ഇവർ തന്നെയാണ്. അടുത്തൊരു ഗ്രൂപ്പാണ് ഫെലിസ്ത്യർ. അവര് ബന്ധമൊന്നുമില്ല, എന്നാൽ അയൽ രാജ്യമാണ്. ഇവരും ഇസ്രായേലിനെ ഒരുപാട് ഉപദ്രവിച്ച രാജ്യത്തിൽപ്പെട്ടതാണ് ഫിലിസ്തീർ എന്ന് പറയുന്ന രാജ്യം. ഈ ന്യായവിധിയിലൂടെ എല്ലാം യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആരാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുക എന്നുള്ള ദൈവത്തിന്റെ ആത്യന്തികമാകുന്ന ലക്ഷ്യം. അല്ലാതെ രാജ്യം നശിപ്പിച്ച് കളകാം, അല്ലെങ്കിൽ ആ രാജ്യത്തെ എന്നേക്കുമായി ഇല്ലായ്മയാക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. അതിലൂടെ ദൈവം, യഹോവയായ ദൈവം ആരാണെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തുക എന്നാണ് പ്രധാനമായും ദൈവത്തിന്റെ ലക്ഷ്യം. 26-ാം അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ സോർ എന്നും സീദോൻ എന്നും പറയുന്ന 2 പട്ടണങ്ങളുടെ മേൽ ഉണ്ടാകുന്ന ദൈവിക ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. സോർ, സീദോൻ എന്ന് പറയുന്ന വലിയ 2 വാണിജ്യ നഗരങ്ങളാണ് സോറും സീദോനും. ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിക്കാൻ ദൈവം എഹെസ്കേലിനോട് അരുളപ്പാട് കൊടുക്കുകയാണ്. ഈ രാജ്യങ്ങളുടെ മേൽ, ഈ നഗരത്തിന് മേൽ ദൈവത്തിന്റെ ന്യായവിധി അയക്കുക എന്നുള്ളത്. ഈ നഗരങ്ങൾ വളരെ സമ്പന്നവും വളരെ അഭിമാനകരവുമായി മുൻപോട്ട് പോകുന്ന 2 നഗരങ്ങളാണ്. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം തങ്ങളുടെ രാജാവിനെ സാത്താനോട് സാമ്യപ്പെടുത്തി പറയുമ്പോഴും അവർക്ക് അതിനകത്ത് പരിഭവമൊന്നുമില്ല. അതിൽ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തെ ഭരിക്കുന്ന വലിയ വാണിജ്യ ശക്തികളുടെ അന്ത്യത്തെ കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത്. 26 മുതൽ 28 വരെ അധ്യായം.
ഈ അധ്യായം പറയുന്ന ലോകത്തെ ഭരിക്കുന്ന ഒരു വലിയ വാണിജ്യ ശക്തി സോർ, അതിന്റെ അന്ത്യത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് അതുകൊണ്ട് നേരെ സോർ എന്ന് പറയുന്നത് എന്താണ്, അത് എവിടെയുള്ളതാണ് എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം. ഈ സോർ എന്ന് പറയുന്ന ഈ ഭാഗം ലോക വ്യാപാരത്തിൽ, വേൾഡ് ട്രേഡിൽ സോറിന്റെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിന് കാരണമായിരുന്നത് സ്വാഭാവികമാകുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് വലിയ രണ്ട് തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു, രണ്ട് പോർട്ട്. ഒന്ന് നഗരത്തിന്റെ ഒരു ഭാഗത്തായി നിർമ്മിച്ചിരുന്ന പോർട്ട്, മറ്റൊന്ന് സോർ എന്ന് പേർ പറയത്തക്ക നിലയിൽ അവർക്കൊരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപിൽ ഒരു പോർട്ട് ഉണ്ടായിരുന്നു. ആ ഓഫ്ഷോർ ദ്വീപ്, ഇങ്ങനെ രണ്ട് പോർട്ട് ആ രാജ്യത്തിന് സോറുകാർക്കുണ്ടായിരുന്നു. സോർ എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാണ്. 10-ാം നൂറ്റാണ്ടിൽ ഈ രണ്ട് തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കോസ്വേ ഹിരാം ഒന്നാമൻ, സോർ രാജാവായിരുന്ന ഹിരാം ഒന്നാമൻ ഒരു കോസ്വേ റോഡ് ഈ രണ്ട് തുറമുഖങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി പണിതിരുന്നു. ഈ നഗരത്തിലെ വ്യാപാര സാധ്യതകളെ ഫലപ്രദമാക്കി അതിനെ കുറെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്ര നിലയിൽ പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കാലത്ത് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിരുന്ന ഗ്ലാസ് കൊണ്ടുള്ള പാത്രം. 2, ഈ ഡൈഡ് മെറ്റീരിയൽസ്, കളർ പൂശിയ മെറ്റീരിയൽസ്, ഡൈഡ് മെറ്റീരിയൽസ്. കൂടാതെ ആ കാലഘട്ടത്തിൽ പ്രാദേശികമാകുന്ന മ്യൂറക്സ് ഷെൽ ഫിഷ് എന്നതിൽ നിന്നും നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു പർപ്പിൾ ഡൈ വളരെ ഫേമസ് ആയിരുന്നു സോറിന്റെ കാലഘട്ടത്തിൽ. സോറിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. ഒന്ന്, ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ, ക്ലേ അല്ല, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ. 2, കളർ ഡൈ, വിവിധ തരത്തിലുള്ള ഡൈ, കളറിന്റെ ഡൈ. 3, മൂറക്സ് ഷെൽ ഫിഷ് എന്ന് പറയുന്നതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പർപ്പിൾ ഡൈ. ഈ 3 കാര്യങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു സോറിനെ സംബന്ധിച്ച്. അത്യാഗ്രഹത്തോടെ ഒരു ഇരയെ പോലെ സോറിനെ നോക്കിക്കൊണ്ടിരുന്ന പല വിദേശ ശക്തികളുണ്ടായിരുന്നു. തന്നിമിത്തം അങ്ങനെ വിദേശ ശക്തികൾ അവിടെ മേൽ കണ്ണു നട്ടതുകൊണ്ട് അസീറിയെ പോലെയുള്ള വലിയ രാജ്യങ്ങൾക്ക് സോർ വലിയ വിലയായി കപ്പം കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ 26 മുതൽ 28 വാക്യങ്ങൾ 5 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ആരംഭിക്കുന്ന തന്നെ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ഓരോ ഭാഗവും ആവർത്തിച്ചിരിക്കുന്നത്. നമുക്കിനി 26-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 26-ാം അധ്യായവും 3 ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. ഈ 26-ാം അധ്യായം 7, 15, 19 ഈ 3 വാക്യങ്ങൾ ആരംഭിക്കുന്നത് 3 ഭാഗങ്ങളാണത്. അത് ആരംഭിക്കുന്നത് thus says the Lord, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ആ 3 ഭാഗങ്ങളും അവിടെ ആരംഭിക്കുന്നത്.
നമുക്ക് ഈ 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരിക്കുന്നവൾ തകർന്നുപോയി, അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. ഈ 1-ാം വാക്യത്തിൽ 11-ാം ആണ്ട് എന്ന് പറയുന്നുണ്ട്. ഏത് മാസമാണെന്ന് പറയുന്നില്ല, എന്നാൽ 1-ാം തീയതി എന്ന് പറയുന്നു. ഈ 11-ാം ആണ്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസത്തിന്റെ 11-ാം ആണ്ട് എന്നാണ്. ഇത് ഏകദേശം BC 587-നും 586-നും ഇടയ്ക്കുള്ള ഇതേ ഒരു കാലഘട്ടം. ബാബിലോൺ യെരൂശലേമിനെ നശിപ്പിച്ചതിന് ശേഷമായിരുന്നു ഈ അരുളപ്പാട്. കാരണം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരുന്നു, 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം യെരൂശലേമിന് അരുളപ്പാട് കൊടുത്തിട്ട് പറഞ്ഞ്, ആ തീയതി നീ കുറിച്ചു വെക്കണം, ഇസ്രായേലിന്റെ മേൽ ബാബിലോൺ ഉപരോധിച്ച നാളാണ് എന്ന് പറഞ്ഞ് കുറിച്ചു വെക്കാൻ പറയുന്നുണ്ട്. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി. ഇവിടെ പറയുന്നു 26-ാം അധ്യായത്തിൽ പറയുന്നു 11-ാം ആണ്ട് മാസം പറയുന്നില്ല, 1-ാം തീയതി എന്ന് പറയും. അപ്പോൾ മാസം ഒരുപക്ഷെ അങ്ങനെ പറയാത്തത് കൊണ്ട് ഭേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ 11-ാം ആണ്ടിന്റെ 1-ാമത്തെ മാസമായിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ മാസമായിരിക്കാം എന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ സോറിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിനുണ്ടായത് യെരൂശലേം നാശത്തിന് ശേഷം 14 മാസം കഴിഞ്ഞാണ് സോറിനെ കുറിച്ചുള്ളതായ അരുളപ്പാട് യെഹെസ്കേലിന് ഉണ്ടാകുന്നതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയപ്പെടുന്നത് യെരൂശലേമിന്റെ പതനത്തിനു തൊട്ട് പിന്നാലെ സോറിനെ കുറിച്ചുള്ള അരുളപ്പാട് യഹോവയായ യെഹെസ്കേലിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ന്യായവിധി ആരംഭിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പറയാൻ കാരണം 26-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യെരൂശലേമിനെ കുറിച്ച് നന്നായി, മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി. സോർ എന്ന് പറയുന്ന ആ രാജ്യത്തുള്ള ജനം യെരൂശലേമിലുണ്ടായ പതനത്തിൽ അവർ പറയും നന്നായി എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ ആ പതനത്തോടനുബന്ധിച്ച് തന്നെ സോറിനെ കുറിച്ച് അരുളപ്പാട് യഹോവ യെഹെസ്കേലിന് കൊടുത്തു എന്നുള്ളതും പറയും. എന്തായാലും നമുക്ക് ആ വലിയ കാര്യങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല. ഇനി ഈ സോർ എന്ന് പറയുന്ന സ്ഥലം ശമര്യയുടെ വടക്ക് ഭാഗത്ത്, ശമര്യയുടെ വടക്ക് എന്ന് പറയുമ്പോൾ വടക്കേ രാജ്യം ഇസ്രായേൽ, അതിന്റെ ക്യാപിറ്റലാണല്ലോ ശമര്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വടക്കൻ ഭാഗത്തുള്ള ഫൊയ്നീഷ്യ, ആ ഫൊയ്നീഷ്യയിലുള്ള ഒരു നഗരമായിരുന്നു സോർ എന്ന് പറയുന്നത്. വടക്കൻ ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നായിരുന്നു ഈ സോർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ. സോർ കടലിന്റെ തീരത്തും കൂടാതെ അവർക്ക് ദ്വീപുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഇതെല്ലാം കൂടി ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇസ്രായേലിലെ വടക്കെന്ന് പറയുമ്പോൾ ഇന്നത്തെ ലെബാനോ. അപ്പൊ ലെബാനോ ഒരു സൈഡിലും മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന് ഫൊയ്നീഷ്യക്കാരുടെ മഹത്തായ പുരാതനമാകുന്ന ഒരു പട്ടണമാണ് സോർ എന്ന് പറയുന്നത്. അവരുടെ ഒരു സഹോദരിയായിട്ടാണ് സീദോൻ എന്ന് പറയുന്ന പട്ടണത്തെയും കാണിക്കുന്നത്. അതുകൊണ്ട് വേദോസിൽ പറയുമ്പോൾ സോർ സീദോൻ എന്നാണ് വേദോസിന്റെ പല ഭാഗങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ പ്രദേശത്തിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു സോർ സീദോൻ എന്ന് പറയും. വേദപുസ്തകത്തിൽ ആദ്യമായി സോർ എന്ന് പറയുന്ന സ്ഥലം ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യോശുവയുടെ പുസ്തകത്തിലാണ്. യോശുവയുടെ പുസ്തകം 19-29 വാക്യം വായിക്കാം. യോശുവ ചാപ്റ്റർ 19:29. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോറിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസായിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അവിടെ അതിനകത്തോടെ ലൊക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വാക്യം വായിച്ചു 26 രണ്ടാമത്തെ വാക്യം. മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരിക്കുന്നവൾ തകർന്നു പോയി, അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി എന്ന് പറയും. യെരൂശലേമിനുണ്ടായ പതനം അഥവാ യെരൂശലേം നശിച്ചു, ദേവാലയം നശിച്ചു, യഹൂദ നഗരം ചുട്ടുകരിക്കപ്പെട്ടു. അതിന് മേലുള്ളതായ ഒരു കമന്റ് ആണ്, സോറിന്റെ കമന്റ് ആണ്, സൂപ്പർ ആയിരിക്കും, നന്നായി എന്ന് നെഗറ്റീവായി പറഞ്ഞൊരു കമന്റ് ആണ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഭാഗം ചിന്തിക്കുന്ന മുമ്പ് ഒരു കാര്യത്തിലേക്ക്, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയ ശേഷം ഞാൻ അങ്ങോട്ട് പോകാം. നമ്മൾ ഈ 25-ാം അധ്യായം 26-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, സ്ഥലം എന്ന് പറയുന്നത് ശത്രു രാജ്യങ്ങളുടെ നടുവിലാണ്. ഏത് സമയവും നോക്കണം, ഒരു പതനം സംഭവിച്ചപ്പോഴത്തേക്ക് അമോനിയർ പറയുന്നു നന്നായി, കൊള്ളാം. മോവാബിൽ സന്തോഷിക്കുന്നു, ഏദോമിൽ സന്തോഷിക്കുന്നു, ഫെലിസ്തീനിൽ സന്തോഷിക്കുന്നു, സോറും സന്തോഷിക്കുന്നു. അപ്പൊ ഈ ചുറ്റുപാടും കിടക്കുന്ന ശത്രുക്കളാകുന്ന രാജ്യങ്ങൾ, ചുരുക്കി പറഞ്ഞ ഇസ്രായേലിനെ ഈ ചുറ്റുപാട് കിടക്കുന്ന ജാതീയ രാജ്യങ്ങളിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ട. ഏത് സമയവും ഇസ്രായേലിന്റെ മേലെ ഒരു നോട്ടം മുഴുവൻ ഇവനെ ഒന്ന് തൊടണം, ഇവനെ ഒന്ന് ഇല്ലാതാക്കണം, ആ രാജ്യം ഇവർക്ക് കൈവശമാക്കണം. നമ്മുടെ ചരിത്രം ഇന്നു വരെയുള്ള പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ 26-ാം അധ്യായം വരെയുള്ള ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ, ഈ 4 രാജ്യവും സോറും സീദോനും ഒക്കെ ഉണ്ടായിട്ടും ഇസ്രായേലിനെ കിഴക്കേക്ക് പോയതും മാന്തിയതല്ലാതെ ഇസ്രായേലിനെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. എത്രയെല്ലാം ഒന്നിച്ചു നിന്നാലും ശരി, ഇസ്രായേൽ ഒന്ന് തൊടുവാനോ അവരെ ആക്രമിക്കുവാനോ ഇല്ലാതാക്കാനോ അമോന്യരെ കൊണ്ടോ മോവാബിയെ കൊണ്ടോ ഏദോമിനെ കൊണ്ടോ ഫെലിസ്തീനെ കൊണ്ടോ സോറിനെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ, യഹോവയായ ദൈവത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ടൊരു ജനമാണ്. ആ ഉടമ്പടി അടയാളമായിരിക്കുന്ന കാലത്തോളം ആ ഉടമ്പടിയിൽപ്പെട്ട ജനത്തെ തൊടണമെങ്കിൽ
ദൈവം അനുവദിച്ചിട്ടല്ലാതെ അത് നടക്കത്തില്ല. നാം ഒരു പ്രാധാന്യം നന്നായി മനസ്സിലാക്കണം. ഇസ്രായേലിന് നേരെ അമോര്യർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഫെലിസ്തീൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്രായേലിന് തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നോക്കുകയാണ്, ചുറ്റുപാട് നോക്കിക്കേ, ഇസ്രായേലിന് തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം ബാബിലോണെ അനുവദിച്ചു. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുവാൻ ബാബിലോണിനെ ദൈവം അനുവദിച്ചു. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുവാൻ അസീറിയക്കാരെ ദൈവം അനുവദിച്ചു. യെരുശലേമിനെ നശിപ്പിക്കുവാൻ ദൈവം ബാബിലോണിനെ അനുവദിച്ചു. അത് എന്തിനാണ്? അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ചില കാര്യങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം ആ രാജ്യങ്ങളെ അനുവദിച്ചിട്ട് മാത്രമാണ് അവർക്ക് തൊടുവാൻ കഴിഞ്ഞത്. അതിനകത്തുനിന്ന് യഹോവയായ ദൈവത്തിനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ ദൈവത്തിന് വേർതിരിക്കണമായിരുന്നു. ആ രാജ്യം ശുദ്ധീകരിക്കണമായിരുന്നു. അതിനടുത്തു നിന്നും ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഒരു ശേഷിപ്പിനെ ദൈവത്തിന് വേർതിരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ബാബിലോണിന്റെ കയ്യിൽ യെരുശലേമിനെ ഏൽപ്പിച്ചത്. അല്ല നെബൂഖദ്നേസറിന്റെ ശക്തിയും അവിടുത്തെ ദേവന്റെ ബലമൊന്നുമല്ല, ദൈവം അനുവദിച്ചിട്ട് മാത്രം സംഭവിച്ചതാണ്. ഈ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ കിടന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ട ജനമാകിയാൽ അവിടെ മേൽ ദൈവത്തിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്, അവിടെ മേൽ ദൈവത്തിന് പ്രത്യേക കരുതലുണ്ട്, ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ഈ പ്രാരംഭത്തിലെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയാലും ശരി, പിന്നീട് യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായാലും ശരി, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ദൈവത്തിന്റെ നിയമരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ, ആ രക്തം അടയാളമായിരിക്കുന്ന കാലത്തോളം നീ പാർക്കുന്ന സാത്താന് സിംഹാസനമുള്ള ഇടമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നീ പാർക്കുന്ന സിംഹാസനം സാത്താന് സിംഹാസനത്തിനടിയിലാണ് പാർക്കുന്നത്. പക്ഷെ തൊടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ നിയമ രക്തത്തിന്റെ ഉടമ്പടിയിലൂടെ വേർതിരിക്കപ്പെട്ട തന്റെ ജനത്തെ തൊടുവാണമെങ്കിൽ ദൈവം അനുവദിച്ചിട്ടേ ഒക്കത്തു. ഇന്ന് രാത്രി അറ്റൻഡ് ചെയ്ത ദൈവമക്കളുടെ ഉറപ്പിനായും ധൈര്യത്തിനായും ഞാൻ പറയട്ടെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ നിയമരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആ ഉടമ്പടിയുടെ കീഴിലുള്ള ദൈവജനം ഒരിക്കലും നിർഭയരായി വസിക്കാൻ കഴിയാൻ കാരണം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ വിടുതലിന്റെ കരം, ദൈവത്തിന്റെ ശക്തിയുടെ കരം, ദൈവത്തിന്റെ കൊടി നമ്മുടെ മീതെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിച്ച് ദൈവിക സമാധാനത്തിലായിരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് ഓർത്ത് നാം സ്തുതിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കരുത്തല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ സാമ്രാജ്യത്തിന്റെ വലിയ ബലമല്ല, പിന്നെയോ ദൈവത്തിന്റെ നിയമരക്തത്താൽ ആമീൻ അടയാളമായി തീർന്ന നിയമരക്തത്താൽ ഉടമ്പടിയിലൂടെ വേർതിരിക്കപ്പെട്ട ജനമാകിയാൽ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ഉറപ്പ് ഈ രാത്രി നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നീ എവിടെ പോയി പാർത്താലും, നീ എവിടെ വസിച്ചാലും, എല്ലായിടത്തും സിംഹാസനങ്ങളുണ്ട്, വാഴ്ചകളുണ്ട്. പക്ഷെ തുടരണമെങ്കിൽ ദൈവം അനുവദിച്ചതിലൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് ഒരു വലിയ ഉറപ്പുണ്ടാകട്ടെ. ഞാൻ ദൈവത്തിന്റെ നിയമരക്തത്താൽ വേർതിരിക്കപ്പെട്ട് ആ ഉടമ്പടിയിൽ കീഴിലുള്ള വ്യക്തിയാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇനി ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് വരട്ടെ. ഇവിടെ ഇസ്രായേലിനോട് പറയുന്നു, ഇസ്രായേലിന്റെ പതനത്തിൽ പറയുകയാണ്, നന്നായി, കൊള്ളാം. എന്നാൽ അടുത്ത സോർ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്.
യെരൂശലേമിനെ കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ്. അതിങ്ങനെ ജാതികളുടെ വാതിലായിരുന്നവൾ. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേറ്റ് ഗേറ്റ് ഓഫ് ദ പീപ്പിൾ. ഗേറ്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വാതിൽ, ജാതികളുടെ വാതിൽ. അത് പലതരത്തിലുള്ള അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. ഞാൻ ആ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് യെഹെസ്കേൽ ഇവിടെ രേഖപ്പെടുത്താൻ കാരണം? ഗേറ്റ് ഓഫ് ദ പീപ്പിൾ, സോർ, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ജാതികളുടെ വാതിൽ എന്നാ പറയുന്നത്. യെരൂശലേം എന്ന് പറയുന്ന ആ നഗരം വളരെ വീതിയും ഒന്നുമില്ലെങ്കിൽ തന്നെയും നിരവധി അന്താരാഷ്ട്ര വ്യാപാര മാർഗങ്ങളുടെ ഒരു കവലയാണ്, സെന്ററാണ് യെരൂശലേം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്റർനാഷണൽ ട്രേഡ് റൂട്ടിന്റെ സെന്ററാണ് യെരൂശലേം എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ട് കാരണം ഏത് വ്യാപാര സാധനങ്ങൾ സോറിലേക്ക് പോകണമെങ്കിൽ, തിരിച്ച് സോറിൽ നിന്ന് ഈജിപ്തിലേക്ക് വരണമെങ്കിൽ യെരൂശലേം എന്ന് പറയുന്ന ആ പട്ടണത്തിനകത്തോട് മാത്രമേ പോകാറുള്ളൂ. അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു സാധനമായാലും കൊള്ളാം, ഏത് ഭാഗത്തുനിന്ന് ഒരു സാധനവും ഈ പോർട്ടിലേക്ക് പോകണമെങ്കിൽ യെരൂശലേമിൽ കൂടെ മാത്രമേ പോകാറുള്ളൂ. അതൊരു ഇന്റർനാഷണൽ ട്രേഡ് റൂട്ടായിരുന്നു, റൂട്ട് സെന്റർ ആയിരുന്നു. അതുകൊണ്ടാണ് സോർ പറയുന്നത് ഗേറ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയാനുള്ള കാരണം ഒന്നതാണ്. അതുകൊണ്ട് ഇസ്രായേലിന് സ്വന്തമായ നിലയിൽ അതുവഴി വരുന്ന ചരക്കം കൊണ്ട് വരുന്ന സകല ട്രക്കുകൾക്കും സകല വാഹനങ്ങൾക്കും അവർക്ക് അവരുടേതായിരിക്കുന്ന ടോളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൈക്കലാക്കാൻ സോർ കുറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർനാഷണൽ ട്രേഡ് റൂട്ട് സെന്റർ ഒന്ന് കൈവശമാക്കാൻ വേണ്ടി സോർ കുറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൂടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ പറയുകയാണ്, ജാതികളുടെ വാതിലായി നമ്മൾ, ജനത്തിന്റെ വാതിലായി നമ്മൾ എന്ന് പറഞ്ഞാൽ ഏത് ട്രേഡ് നടക്കണമെങ്കിൽ ഇസ്രായേൽ അനുവദിച്ചെങ്കിലേ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ട് അവർ അന്ന് തൊട്ട് ഈ സെന്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, സോർ പറയുന്നൊരു കാര്യമുണ്ട്, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യെരൂശലേം തൊട്ട് ഞങ്ങളുടെ അധീനതയിലാണ്, ഞങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അടുത്ത പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിറയും, സമ്പത്ത് കൊണ്ട് ഞാൻ നിറയും എന്നാ പറയും. യെരൂശലേമിന്റെ പതനത്തിൽ സോർ സന്തോഷിച്ചു. അതിന് പ്രധാന കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, അതവിടെ വ്യാപാരത്തിന് ഗുണമായിരിക്കും. കാരണം യെരൂശലേമിൽ കപ്പം കൊടുക്കേണ്ട, യെരൂശലേമിൽ ടോൾ കൊടുക്കാതെ യഥേഷ്ടമായി അവർക്ക് ഇഷ്ടാനുസരണം കൊണ്ടുവരികയും ചെയ്യാം. ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ട്, വിവിധ നിലകളിൽ യഹൂദ രാജ്യം സോറിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഒരു എതിരാളിയും വെല്ലുവിളിയുമായി പല തടസ്സങ്ങളും യെരൂശലേം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് സുഖമായി ഒരു വ്യാപാരം നടത്തുവാൻ, വാണിജ്യം നടത്തുവാൻ കഴിയാത്ത നിലയിൽ സോറിന്റെ സമ്പത്ത് വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, അതിനെ തകിടം അറിയുന്ന നിലയിലും ഒരു എതിരാളിയായും വെല്ലുവിളിയായും ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് യെരൂശലേം പല
സമയങ്ങളുമായിട്ടുണ്ട്. സോറിനെ സംബന്ധിച്ച് സോർ അത്യാഗ്രഹത്തിന്റെ ഒരു വലിയ നിറകുടമാണ് അത്യാഗ്രഹം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അത്യാഗ്രഹത്തിൽ മതിമറന്ന സോർ അവൻ ആത്മീയ ബോധ്യമോ മൂല്യമോ ഒന്നുമില്ല, അതൊന്നും നോക്കത്തില്ല. അവനെ സാഹസം കൊണ്ട് അവന്റെ അകം നിറഞ്ഞിരിക്കുന്നു, അഹംഭാവവും അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്ങനെയായാലും വേണ്ടില്ല, അവന് അത്യാഗ്രഹത്തിലൂടെ ചില നേടിയെടുക്കണം. ആത്മീയ ബോധ്യം, ആത്മീയ കാര്യങ്ങൾക്കുള്ള മൂല്യത അവന് കൊടുക്കാറില്ല. ഭൗതികവും സാമ്പത്തികവുമാകുന്ന മൂല്യങ്ങൾ മാത്രം അവൾ കണ്ടിരുന്നു. ദൈവത്തിന്റെ നഗരത്തെയും ആലയത്തെയും നശിപ്പിക്കുകയാണെങ്കിൽ സോറിന് തന്റെ ബിസിനസ് ശക്തി പ്രാപിക്കാൻ കഴിയും. അതിനെ നല്ല നിലയിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ധാരാളം സമ്പത്ത് വർദ്ധിപ്പിക്കാം, തന്റെ ട്രേഡ് വർദ്ധിപ്പിക്കാം, ഈ വാണിജ്യങ്ങൾ വർദ്ധിപ്പിക്കാം എന്നായിരുന്നു സോറിന്റെ കണക്കൂട്ടൽ. അതുകൊണ്ടാണ് നന്നായി എന്ന് പറഞ്ഞതും രണ്ടാമത് എല്ലാവരും ഞങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പറയാനുള്ള കാരണം അതാണ്. രണ്ട്, ഞങ്ങൾ നിറയും എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ധനം കൊണ്ട് നിറയും. ഇനി ഞങ്ങൾ ആർക്കും ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞങ്ങളുടെ അധീനതയിലായി കഴിഞ്ഞു എന്നുള്ള വലിയ അഹങ്കാര മനോഭാവം സോറിന്റെ ഹൃദയത്തിനകത്തുണ്ടാകും. യെരൂശലേമിന്റെ പതനത്തിൽ നിന്ന് തങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവർക്കെതിരെയുള്ള ന്യായവിധി യഹോവയായ ദൈവം അയക്കുവാൻ തീരുമാനിച്ചത്. യെരൂശലേം തകർത്തപ്പോൾ സോർ പറഞ്ഞു, നന്നായി, ഞങ്ങൾ നിറയും, സമ്പത്ത് ഞങ്ങൾ വർദ്ധിപ്പിക്കും, ഞങ്ങൾ ട്രേഡ് ഞങ്ങൾ വർദ്ധിപ്പിക്കും. അവൾ ശൂന്യമായി പോയി എന്ന് പരസ്പരം അവർ പറയുകയാണ് തുടങ്ങി. അങ്ങനെ സോർ വലിയ ഒരു വാണിജ്യ നഗരവും തുറമുഖമായിരുന്നു. അതിന്റെ വ്യാപാരത്താൽ അവർ സമ്പന്നരായി തീർന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാം. ഇതാണ് സോറിനെ കുറിച്ചുള്ള ഒരു വാണിജ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതാണ്. ഇത് നമുക്ക് രണ്ടാം വാക്യത്തിൽ വീണ്ടും പോകാം. രണ്ടാമത്തെ വാക്യം വായിക്കുന്നു. മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരിക്കുന്നവൾ തകർന്നുപോയി, അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. യെരൂശലേമിന്റെ പതനം സോർ രാജാവിനും സോർ നിവാസികൾക്കും വാണിജ്യം നടത്തുന്ന സകല സോറുകാർക്കും വളരെ സന്തോഷ വാർത്തയായിരുന്നു. കാരണം ഇനി ടോൾ കൊടുക്കണ്ട, എല്ലാം ഞങ്ങളുടെ അധീനതയിലായി മാറി. ഇപ്പൊ നോക്കണം, എത്ര നാളായി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. യെരൂശലേം ഒരു വ്യാപാര നഗരമായിരുന്നു ഓർപ്പിച്ചല്ലോ. ഈജിപ്തിൽ നിന്നും അറേബ്യയിൽ നിന്നും വടക്കോട്ടുള്ള നോർത്തിലേക്ക് അഥവാ സോറിലേക്ക് ഉള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പാത യെരൂശലേമിലൂടെയായിരുന്നു. വ്യാപാര പാതകൾ നിയന്ത്രിച്ചിരുന്ന യെരൂശലേമായിരുന്നു. ആ കച്ചവടങ്ങൾ ഏറ്റെടുക്കുവാൻ സോർ ഒരവസരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ യെരൂശലേമിന് പതനം സംഭവിച്ചപ്പോൾ
സോറിലെ ജനങ്ങൾ കൂടുതൽ സമ്പത്ത് വർദ്ധിപ്പിക്കാമെന്നുള്ള വ്യാമോഹം അധികമായി മാറി. യെരൂശലേമിൽ ലഭിക്കുന്ന സമ്പത്തും ഇത് ഞങ്ങൾ കൈക്കലാക്കാം എന്നവർ ആഗ്രഹിച്ചു. യെരൂശലേമിൽ ലഭിക്കുന്ന സമ്പത്ത് ഈ നിലയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഉണ്ടായ ഭയാനകമാകുന്ന സംഭവങ്ങൾക്ക് ശേഷം സോറിനുണ്ടായ ഭയങ്കരമാകുന്ന അനുഭവങ്ങളാണ് ഈ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിനുള്ളിൽ വേറെ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, ഒരു കാലത്ത് സോർ ഇസ്രായേലുമായി വളരെ ക്ലോസ് ആയിരുന്നു. ദാവീദിന്റെ കാലഘട്ടത്തിൽ, സോളമന്റെ കാലഘട്ടത്തിൽ സോർ ഇസ്രായേലുമായി നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. സോർ രാജാവായ ഹിരാം ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു. 2 ശമൂവേൽ പുസ്തകം 5-11 വാക്യം ഒന്ന് വായിച്ചു. 2 ശമൂവേൽ chapter 5 verse 11. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതു. നോക്കണം, ദാവീദിന് അരമന പണിയുവാൻ ആവശ്യമുള്ള വിദഗ്ധരായിരിക്കുന്ന കൽപ്പണിക്കാരെയും ആശാരിമാരെയും കൊത്തുപണിക്കാരെയും ആവശ്യമായിരിക്കുന്ന ദേവദാരു വൃക്ഷമെല്ലാം എത്തിച്ചു കൊടുത്തത് സോർ രാജാവാകുന്ന ഹിരാം ആയിരുന്നു. ഇനി നമ്മൾ സോളമന്റെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആലയ പണിക്ക് ആവശ്യമായ സാമഗ്രികളും പണിയിൽ വൈദഗ്ധ്യമുള്ള നല്ല പണിക്കാരെ എല്ലാം കൊണ്ടെത്തിച്ചു കൊടുത്തു ഹിരാം എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നിന്റെ വേദഭാഗങ്ങൾ വായിക്കാം. 1 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൽ 1-2 വാക്യം വായിക്കാം. 1 Chronicles chapter 14 verse 1 and 2. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു. യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിന് രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ഇനി 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബത്ശൂവയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നുകൊണ്ട് അവർ അവനെ കൊന്നു. അതാണോ പാസ്റ്ററെ? 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യം വായിക്കും. 1 Kings chapter 5 verses 1 and 2. ഒരു മിനിറ്റ്. 5-ന്റെ പാസ്റ്ററെ 1 രാജാക്കന്മാർ 5-ന്റെ 1 മുതൽ. ശലോമോനെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീറാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഹീറാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീറാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കുകയും നിന്റെ വേലക്കാർക്ക് നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സീദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. നമ്മുടെ ഭാഗം വായിച്ചു വരുമ്പോൾ
സമയം നിങ്ങൾ വായിക്കുക 5-ാം അധ്യായം. അതിനകത്ത് ശലോമോൻ ആലയപ്പണിക്ക് ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളും ഹീരാൻ രാജാവ് അവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന കാണാൻ കഴിയും. അപ്പൊ ദാവീദിന്റെ കാലഘട്ടത്തിലും ശലോമോന്റെ കാലഘട്ടത്തിലും സോർ രാജാവാകുന്ന ഹീരാം വളരെ ക്ലോസ് ആയിരുന്നു. അവർ വളരെ കൂട്ടുകാരെ പോലെയായിരുന്നു. ദാവീദിന് അരമന പണിയുവാനും ശലോമോനെ ആലയ പണിക്ക് വേണ്ടി ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായവും ഒത്താശയും അവർ നൽകിയിരുന്നു. പിന്നീട് സോർ ഇസ്രായേലിൽ നിന്നും പതുക്കെ അകന്നുപോയി. സോറുകാർ പിന്നീട് നമ്മൾ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഈ സോറുകാർ തന്നെ യഹൂദന്മാരായിരിക്കുന്ന ജനത്തെ ഗ്രീക്കുകാർക്കും ഏദോമ്യർക്കും അടിമകളായി വിറ്റു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ജോവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 ഉള്ള വാക്യങ്ങൾ. ജോവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 4-8. സോറും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവരെ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിനെ നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നു എങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യെരൂശലേമിനെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരെ തകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബയാർക്ക് വിറ്റുകളയും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. നോക്കണം, ഇവിടെ അത്ര ക്ലോസ് ആയിരുന്ന സോർ കാലഘട്ടങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ ഏദോമ്യർക്കും ഫിലിസ്തീർക്കും അടിമകളായി വിറ്റു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് നമുക്ക് മൊത്തത്തിൽ സോറിനെ കുറിച്ച് പറയേണ്ടത്. നമുക്ക് 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഒന്നൊരു കാര്യം പറഞ്ഞാൽ ഭാഗ്യം ഞാൻ നിർത്താം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് 26:3 പാസ്റ്റർ? അതെ അതെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോറേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. ഇവിടെ സോറേ, ഇത് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. യെരൂശലേമിനോടും യഹൂദയോടുമുള്ള ദുഷ്ടവും അവസരവാദപരവുമായുള്ള മനോഭാവ നിമിത്തം സോറിനെ എതിരായി യഹോവയായ ദൈവം അരുളപ്പാട് അറിയിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ ദൈവം സോറിനെ ശിക്ഷിക്കുമെന്നും അപ്പൊ ജാതികളെ അവനെതിരെ കൊണ്ടുവരികയും ചെയ്യും. അവിടെ ഉപമാലങ്കാരമായിട്ടൊരു പദപ്രയോഗമുണ്ട്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ അനേകം ജാതികളെ അവന്റെ നേരെ കൊണ്ടുവരും. നമുക്കറിയാം, സമുദ്രത്തിലെ തിരമാല ഒന്നുകൊണ്ട് അടങ്ങത്തില്ല. അത് 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ സോറിന്റെ മേൽ യഹോവയുടെ ന്യായവിധിയായി ദൈവം അയക്കുന്ന ഒരു രാജ്യത്തെ അല്ല, ഒരു രാജ്യം വന്ന് അതിനെ ആക്രമിച്ചു പോയി വീണ്ടും അടുത്ത രാജ്യത്തെ ദൈവം അയക്കും. അങ്ങനെ 1 by 1 ആയിട്ട് വന്ന് ആക്രമിക്കുമെന്നാണ് ഈ സമുദ്ര തിരമാലകൾ പോലെയുള്ള പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ സോറിന്റെ മതിലുകൾ തകർക്കുകയും എല്ലാ കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ചെയ്യും. അവർ നഗരഭൂമി മനുഷ്യർ തങ്ങളുടെ വല ഉണക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റും. വെറും ഒരു പാറയായി മാറും. സോർ അതിന്റെ അവിശ്വസനീയമാകുന്ന വിധം വളരെ സുരക്ഷിതമുള്ള ഒരു പട്ടണമാണ് സോർ എന്ന് പറയുന്നത്. ആർക്കും പെട്ടെന്ന് കയറി അതിനെ ആക്രമിക്കാൻ കഴിയത്തില്ല. സുരക്ഷിതമാകുന്ന പ്രതിരോധം കൊണ്ട് തീർത്തതാണ്.
ആ നിലയിൽ ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധിയ പേര് കേട്ടതാണ്. അവരുടെ സുരക്ഷിതം, അവരുടെ പ്രതിരോധം വളരെ പേര് കേട്ടതാണ്. എന്നാൽ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ അത് നിവർത്തിക്കപ്പെട്ടു. അതോട് പറഞ്ഞ് ഈ ഭാഗം ഈ രാത്രി നിർത്താം. BC 586 മുതൽ BC 573 വരെ ബാബിലോൺകാർ സോർ പട്ടണത്തിനെതിരെ പോരാടി സോറിനെ പരാജയപ്പെടുത്തി. അവരെ സേവിക്കുവാൻ, ബാബിലോൺകാരെ സേവിക്കുവാൻ അവർ നഗര നിവാസികളെ നിർബന്ധിച്ചു. അങ്ങനെ കുറച്ചു സമയത്തേക്ക് സോർ സ്വതന്ത്രമായി തീർന്നു. BC 525 ഈ തിരമാലകൾ പോലെ അടുത്തൊരു രാജ്യം വരുന്നു, പേർഷ്യൻ സാമ്രാജ്യം വരുന്നു. അവർ കടന്നു സോറിന്റെ സകല നിയന്ത്രണങ്ങളും ഏറ്റെടുത്തു. അവരുടെ കാലഘട്ടത്തിന് ശേഷം BC 332 ഗ്രീക്ക് സാമ്രാജ്യ സ്ഥാപകനാകുന്ന മഹാനായ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് സൈന്യം അവിടേക്ക് കയറി വരുന്നു. അവരുടെ യുദ്ധം ചെയ്യും. അങ്ങനെ ആന്റിയോക്യസ് മൂന്നാമൻ സോറിനെ കീഴടക്കുന്നു. പിന്നീട് നോക്കുമ്പോൾ റോമാക്കാരും അതിനുശേഷം സോറിനെ കീഴടക്കുന്നതായി കാണുന്നുണ്ട്. ഈ പറയപ്പെട്ട വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരമാലകൾ പോലെ ഒന്നൊന്നായി മറ്റ് രാജ്യങ്ങൾ കടന്നു വന്ന് ഇവരെ ആക്രമിച്ചു, ഒന്നുമില്ലാതാക്കി തീർത്തു. ഞാൻ എന്റെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സോർ ചിന്തിച്ചത് യെരുശലേമിന്റെ പതനത്തിന് ശേഷം ഞങ്ങൾക്കത് കൈവശമാക്കാം, പിന്നെ ഞങ്ങളുടെ അധീനതയിലായി തീർന്നു, ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് വർദ്ധിപ്പിക്കാം, പിന്നെ ഞങ്ങളെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കും, ഞങ്ങളുടെ വാണിജ്യം വർദ്ധിപ്പിക്കും, ഞങ്ങളുടേതായിരിക്കുന്ന പദ്ധതികളെല്ലാം വിശാലതയിലേക്ക് നീങ്ങും എന്ന് സോർ ചിന്തിച്ചു. ദൈവജനത്തിന് ഉണ്ടാകുന്ന പതനത്തിന് നടുവിൽ അവൻ ചിന്തിച്ചത്, അവർക്കുണ്ടായ നാശനഷ്ടങ്ങളെ ചിന്തിച്ചത്, അതിന് നടുവിൽ എങ്ങനെയും അധികാരം ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കണം. എന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സോർ മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയി. സോറേ, യഹോവയായ ദൈവം നിനക്കെതിരാണെങ്കിൽ നിന്റെ ദേവനാകുന്ന അപ്പോളയ്ക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ കഴിയത്തില്ല. ദൈവം പ്രതികൂലമെങ്കിൽ അനുകൂലം ആരെ? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ? ദൈവം പ്രതികൂലമെങ്കിൽ അനുകൂലമാരെ? അത് സോർ മനസ്സിലാക്കാൻ കഴിയില്ല. അത് സാഹസം കൊണ്ട് നിറഞ്ഞ് സോറായി മാറ്റപ്പെട്ടു. ദൈവത്തിന് ന്യായവിധി ഒന്നൊന്നായി അവന്റെ മേൽ വന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ നാം ദൈവത്തിന്റെ നിയമത്തിന് ഉടമ്പടി കീഴിലുള്ളവരെ, ഉത്തമ ബോധ്യമുള്ളവരായി ജീവിക്കണം. മറ്റുള്ളവരുടെ അധപ്പതൻ സന്തോഷിക്കുവാൻ, അതിലൂടെ എനിക്ക് ഇന്ന നേട്ടം ഉണ്ടാകും എന്നൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിലൂടെ എനിക്ക് ലാഭം ഉണ്ടാക്കാം എന്നൊരിക്കലും ചിന്തിക്കരുതേ. ഇതെല്ലാം കാണുകയും കേൾക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത ദൈവ സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആകയാൽ ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാം. അതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യല്ലേ, ദൈവത്തിന് കീഴ്പ്പെട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.